ശരീരത്തിന്റെ വിഷ്വലായിട്ടുള്ള സംവിധാനത്തിൽ നമ്മൾ ചെയ്ത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാല് ആദ്യം ഫിഫയുടെ അനുമതി എടുക്കും, പിന്നാലെ ബാക്കി നടപടികൾ. കൊച്ചു മുതലാളി നേരെ തിരിച്ചിട്ടാണ്. ആദ്യം മറ്റു പരിപാടികൾ, ഏറ്റവും ഒടുവില് ഫിഫയുടെ അനുവാദം. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഇതിൽ, എന്താ ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല. അല്ല, എന്താണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്? കേരളത്തിൽ ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം ഇല്ല എന്നുള്ള. അല്ല, ഇതൊന്നും ഇല്ലാണ്ടാണോ നിങ്ങൾ അർജന്റീനയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോയെ? നിങ്ങൾ ഇപ്പോഴത്തെ അഭിപ്രായം എന്താ? അറ്റ്ലീസ്റ്റ് ഇതിനെ കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. 100% ഞാൻ യോജിക്കുന്നു. നല്ല അഭിപ്രായം. ഈ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫിഫ അപ്രൂവൽ വേണം എന്ന് എനിക്ക് അറിയില്ല. അറിയാത്തോണ്ടാണ് കേട്ടോ. ഫിഫ വിൻഡോയിൽ ഫിഫന്റെ അനുമതി കിട്ടിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് തുടക്കം തുടങ്ങിയ പറയുന്നതാണ്. അപ്രൂവൽ വേണം എന്ന് എനിക്ക് അറിയില്ല. അല്ല, കായിക മന്ത്രിയല്ലേ പറഞ്ഞ ഇതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് എന്തെല്ലാം അപ്രൂവലാണ് കിട്ടിയത്? PWD അപ്രൂവൽ കിട്ടി, ഫയറിന്റെ അപ്രൂവൽ കിട്ടി. ഇനി പറഞ്ഞാൽ എനിക്ക് 1-2 ചെറിയ അപ്രൂവൽസ് മാത്രമേ ഉള്ളൂ. ആ ചെറുതാണ് ഫിഫന്റെ അപ്രൂവൽ. ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല. കൊച്ചു മുതലാളി, നമുക്ക് ഫിഫനെ മുറിച്ച് 2 കഷ്ണമായി കളഞ്ഞാലോ? വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യും. ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും. അല്ല, വേറൊന്നും ചെയ്യാനില്ലല്ലോ കൊച്ചു മുതലാളി. അർജന്റീനയുമായി ഗവൺമെന്റ് നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് മെസ്സി കേരളത്തിലേക്ക് മാസാമാസം വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മെസ്സി ഇനി ഗ്രൗണ്ടിൽ ഇറങ്ങണമെന്ന് ഈ ഞാൻ തീരുമാനിക്കും. ഇതിവിടെ ഗോട്ടി കളിക്കല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കാണ്. മുതലാളി, ആ ധാരണ നിങ്ങൾക്കില്ലാണ്ട് പോയതാണ് പ്രധാന പ്രശ്നം. ഈ അപ്രൂവൽ കിട്ടിയിട്ട് റിപ്പോർട്ട് ടിവിയുടെ 20 കളിയും കൊണ്ടുവരും, ഇന്റർനാഷണൽ കളികൾ. അതിനൊരു ഡൗട്ടും ഇല്ല. എത്ര കളികൾ? 20 കളി. അല്ല, നിങ്ങൾക്ക് എന്താണ് ഇതിന്ന് ലാഭം? RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇത് നടപ്പിലാക്കിയിട്ട് ഇത് എന്താ ലാഭം പോയി? അങ്ങനെ ഒരു ലാഭം പോയ ഉദ്ദേശമില്ല. ലാഭം എനിക്ക് ആവശ്യമില്ല. അപ്പൊ ലാഭം വേണ്ട. സ്പോൺസറെ സംബന്ധിച്ചിടത്തോളം മുടക്കിയ മുതൽ തിരിച്ചെടുക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് മാക്സിമം ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ലാഭം വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കത് നിങ്ങളുടെ ശൈലിയാണ്. നിങ്ങൾ ലാഭം കണ്ടത് മാത്രം കൈകാര്യം ചെയ്യാനായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പത്രത്തിൽ പേര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളൊരു സംഭവം തന്നെ കൊച്ചു മുതലാളി. ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചു. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് കാര്യം. അല്ല, ഇവരൊക്കെ ചോദിക്കാണേ മെസ്സി വരുന്നില്ലെങ്കിലോ? ഇനി മെസ്സി വരുന്നില്ല തീരുമാനിച്ച ഒന്നും ചെയ്യാനില്ല. അതിന്റെ ടീം വരുന്നില്ല തീരുമാനിച്ച ഒന്നും ചെയ്യാനില്ല. സ്വാഭാവികം.